സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകൾ, സപ്ലൈസ് ഔട്ട്ലെറ്റുകളിൽ വാണിജ്യ മന്ത്രാലയത്തിലെ നിരീക്ഷണ വിഭാഗം പരിശോധനകൾ കടുപ്പിച്ചു. ഇതുവരെ 4159 പരിശോധനകളാണ് നടത്തിയത്. ബുക്ക് സ്റ്റാളുകൾ, സ്റ്റേഷനറി സ്റ്റോറുകൾ, സ്കൂൾ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ എന്നിവയെല്ലാം പരിശോധിച്ച സ്ഥാപനങ്ങളാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ പാലിക്കൽ, ഉപഭോക്താക്കളെ സംരക്ഷിക്കൽ, സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും ലഭ്യത, ബദൽ മാർഗങ്ങൾ, വില രേഖപ്പെടുത്തിയ ടാഗുകൾ, ഉൽപ്പന്ന വിലകളുടെ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ, വില അക്കൗണ്ടിംഗ് ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലകളിൽ നിന്നും വ്യത്യസ്തമല്ലെന്നും അറബിയിൽ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നും പരിശോധിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശോധന നടത്തിയത്. അതോടൊപ്പം വിലക്കിഴിവുകൾ, പ്രമോഷനുകൾ എന്നിവയുടെ ക്രമം ഉറപ്പാക്കുന്നതിനും സ്കൂൾ സാധനങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ മന്ത്രാലയത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നതിനും നിയമലംഘകർക്ക് നിയമപരമായ പിഴ ചുമത്തുന്നതിനും വേണ്ടിയാണ്. സൗദിയിൽ വേനൽക്കാലം സെപ്റ്റംബർ തുടക്കത്തിൽ അവസാനിക്കും. കാലാവസ്ഥയുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ സെപ്റ്റംബർ ആദ്യം വേനൽക്കാലം അവസാനിക്കേണ്ടതാണെന്നും കാലാവസ്ഥാ വകുപ്പ് വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി അറിയിച്ചു. എങ്കിലും സെപ്റ്റംബർ പകുതി വരെ താപനില ഉയർന്ന നിലയിൽ തുടരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ പകുതിക്ക് ശേഷം താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളിലും മാറ്റവും ഉണ്ടായേക്കാം. കുവൈറ്റിൽ സ്വദേശിവൽക്കരണ നയം നടപ്പിലാക്കാൻ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രാലയം 2048 പ്രവാസികളെ പിരിച്ചുവിട്ടു. വിവിധ തസ്തികകളിൽ നിന്നും പ്രവാസികളെ മാറ്റി കുവൈറ്റ് പൗരന്മാരെ സർക്കാർ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിനുള്ള സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. ഉന്നത തസ്തികകളിലടക്കം പല മേഖലകളിലും ജോലി ചെയ്തു വരികയായിരുന്ന പ്രവാസികളെയാണ് അധികൃതർ പിരിച്ചുവിട്ടത്. എഞ്ചിനീയറിംഗ് തസ്തികകളിൽ നിന്നും 54 പേർ, അധ്യാപനം, വിദ്യാഭ്യാസം, പരിശീലനം മേഖലയിൽ നിന്നും 1100 പേർ, സാമൂഹികം, വിദ്യാഭ്യാസം, കായികം, IT തസ്തികകളിൽ നിന്നും 324 പേർ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട റോളുകളിൽ നിന്നും 24 പേർ, കല, മാധ്യമം, പബ്ലിക് റിലേഷൻസ് മേഖലകളിൽ നിന്നും 17 പേർ, സാമ്പത്തിക സ്ഥാനങ്ങളിൽ നിന്നും 13 പേർ എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിരിച്ചുവിടപ്പെട്ട പ്രവാസി ജീവനക്കാരുടെ കണക്ക്. വിവിധ ജോലികളിൽ പ്രവാസികളെ മാത്രം നിയമിക്കുവാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സിവിൽ സർവീസ് കമ്മീഷന്റെ പ്രമേയം നമ്പർ 11/2017 അടിസ്ഥാനത്തിലാണെന്നും അധികൃതർ അറിയിച്ചു. ഈ പ്രമേയം സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ മാറ്റി അവർക്ക് പകരം കുവൈറ്റ് പൗരന്മാരെ നിയമിക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ഡൽഹിയിൽ ഇന്നലെ നടന്ന ആദ്യ വർക്ക്ഷോപ്പിൽ നിരവധി സ്ഥാപനങ്ങൾ സംബന്ധിച്ചു. ടൂറിസം കമ്പനികൾ, ഹോട്ടലുകൾ തുടങ്ങി 18 ഒമാനി സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന് കീഴിൽ അണിനിരന്നു. ഇന്ത്യയിലെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഈ മാസം 28 വരെ തുടരുമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. വരും ദിവസങ്ങളിൽ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, സമ്പന്നമായ ഒമാനി ചരിത്ര പൈതൃകം, പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ, വിവാഹങ്ങൾ, ഇവന്റുകൾ, കോൺഫറൻസ്, എക്സിബിഷൻ, ടൂറിസം തുടങ്ങി നിരവധി ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ആകർഷകമായ സ്ഥലങ്ങളും വൈവിധ്യമാർന്ന അനുഭവങ്ങളും ഉയർത്തിക്കാട്ടുകയുമാണ് പ്രൊമോഷണൽ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. 200-ലധികം ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളാണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയിലെ പങ്കാളികൾക്ക് ഹോട്ടലുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, എയർലൈനുകൾ, പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ എന്നിവയുൾപ്പെടെ ഒമാനി ടൂറിസം രംഗത്തെ ആളുകളെ ബന്ധപ്പെടാനുള്ള അവസരവും ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം ഒമാൻ 4 ദശലക്ഷത്തിലധികം സഞ്ചാരികളെയാണ് സ്വീകരിച്ചതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒമാനിലെത്തിയവരിൽ 16 ലക്ഷം പേർ GCC പൗരന്മാരാണ്. ഖരീഫ് സീസണിൽ ദോഫാറിൽ പാരിസ്ഥിതിക ലംഘനങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. വാഹനം ഉപയോഗിച്ചും മറ്റുമായി പ്രകൃതിയെ നശിപ്പിച്ചാൽ 5000 റിയാൽ പിഴയും 3 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം ദോഫാറിൽ രേഖപ്പെടുത്തിയ പാരിസ്ഥിതിക നിയമലംഘനത്തിൽ കൂടുതലും സസ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഖരീഫ് സീസണിൽ ബന്ധപ്പെട്ട പൗരന്മാരിൽ നിന്നും പരാതികൾ ലഭിച്ചതായും പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. വന്യജീവികളുടെയും വിശാലമായ പരിസ്ഥിതിയുടെയും സംരക്ഷണമാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്.
പ്രത്യേകിച്ചും ഖരീഫിൽ സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെ തിരക്കിന്റെയും വർധനവ് കണക്കിലെടുത്ത് പരിസ്ഥിതിക്കും ധോഫാറിന്റെ പച്ചപ്പിനും ഹാനികരമായ രീതികളും പെരുമാറ്റങ്ങളും കുറയ്ക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാനും ഖരീഫ് സമയത്ത് ധോഫാറിലെ വിനോദസഞ്ചാര സ്ഥലങ്ങളുടെ മേൽ നോട്ടം വഹിക്കാനും പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളൽ, മരങ്ങൾ വെട്ടിമാറ്റൽ, ഹരിതസ്ഥലങ്ങൾ നശിപ്പിക്കൽ എന്നിവ ഇവരുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടും. പരിസ്ഥിതി സംരക്ഷകരുടെ ലക്ഷ്യങ്ങൾ നിരീക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും പരിസ്ഥിതി അവബോധം വളർത്തുക കൂടിയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. ഇത്തവണയും ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നു. അടുത്ത മാസം 2ാം വാരത്തിലെത്തുന്ന ഓണനാളുകളിൽ ഒമാൻ, കേരള സെക്ടറുകളിൽ ഇരുഭാഗങ്ങളിലേക്കുമായി 90 റിയാലിൽ താഴെ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി സെക്ടറുകളിലാണ് താരതമ്യേന കുറഞ്ഞ നിരക്കുള്ളത്. ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്ക് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ് നിലവിൽ ടിക്കറ്റ് ലഭിക്കുന്നത്. സെപ്റ്റംബർ 15-നാണ് തിരുവോണ ദിനം. അത്തം 10 കഴിഞ്ഞ് സെപ്റ്റംബർ 3ാം വാരത്തിൽ മടങ്ങുന്നവർക്ക് മടക്കയാത്രയിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. അവധിക്കാലം കഴിഞ്ഞുള്ള തിരികെയുള്ള യാത്രയുടെ തിരക്ക് ഒഴിയുകയും ചെയ്യും. കഴിഞ്ഞ മാസം ഈടാക്കിയ നിരക്കുകളെ അപേക്ഷിച്ച് പകുതി നിരക്കുകൾ ടിക്കറ്റുകൾ ലഭ്യമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ 100 റിയാലിന് മുകളിൽ ഈടാക്കിയിരുന്ന റൂട്ടുകളിൽ ഇപ്പോൾ 34 റിയാലിന് വരെ ടിക്കറ്റുകൾ സൈറ്റുകളിൽ ലഭ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലും സലാം എയറിലും ഇൻഡിഗോയിലും ഒമാൻ എയറിലുമെല്ലാം കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 12-നും 15-നും ഇടയിൽ മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 40 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ. തിരുവോണ ദിവസവും തൊട്ടു മുമ്പുള്ള ദിവസവും സമാന നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ്. കൊച്ചിയിലേക്ക് 44 റിയാലിന് ടിക്കറ്റ് ലഭ്യമാണ്. സർവീസുകൾ കുറഞ്ഞ കണ്ണൂരിലേക്കും 40 റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭിക്കും. മടക്കയാത്രയിൽ താരതമ്യേന ഉയർന്ന നിരക്കുകൾ തിരുവനന്തപുരത്ത് നിന്നാണ്. കോഴിക്കോട്ട് നിന്നും തൊട്ടടുത്ത ദിവസം മസ്കറ്റിലേക്ക് 44 റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭ്യമാണ്. കൊച്ചിയിൽ നിന്നും 44 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ. തിരുവനന്തപുരം സെക്ടറിൽ നിന്നും 73 റിയാലും കണ്ണൂരിൽ നിന്നും 47 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹർ വിലായത്തിൽ ബീച്ചുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടി. സല്ലാൻ ബീച്ചിൽ മണ്ണിടിച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട് നഗരസഭ അധികൃതർ പാറക്കല്ലുകളും മണ്ണുമിട്ട് ഇവിടെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. നിരവധി താമസ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. കടലിലേക്ക് മണ്ണ് നീങ്ങുന്നത് തീരങ്ങളിലേക്ക് കയറാൻ ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ണൊലിപ്പ് തടയുന്നതിനും തീരം സുരക്ഷിതമാക്കുന്നതിനും അധികൃതർ നടപടി സ്വീകരിച്ചത്. ഇന്ധന സ്റ്റേഷനുകളിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുവരുന്നുണ്ട്. അളവുകളിൽ കൃത്രിമം കാണിക്കൽ, സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ച വരുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കൽ തുടങ്ങി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി ഇന്ധന കേന്ദ്രങ്ങൾക്കെതിരെയാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇന്ധന സ്റ്റേഷനുകൾ നടത്തുന്നവർ പാലിക്കാൻ തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.